കഴിഞ്ഞ 26 വർഷമായി മധ്യ തിരുവിതാംകൂറിൽ ബ്രാൻഡഡ് വാച്ചുകൾ നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അലോമ വാച്ച് ഗാലറി 20-ൽ പരം ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരവുമായി ഇപ്പോൾ പുതിയ ഷോറൂമിൽ ആധുനിക ഡിസൈനിലും ഫാഷനിലും ഉള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരം, അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. കൂടാതെ എല്ലാത്തരം വാച്ചുകളുടെയും സെയിൽസും സർവീസും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം. അലോമ വാച്ച് ഗാലറി, കാരുണ്യ ഐ ഹോസ്പിറ്റലിന് സമീപം, സിറ്റി പ്ലാസ, അടൂർ. തന്റെ കുഞ്ഞ് കറുത്തുപോയതിനാൽ അപ്പനും തലോലിക്കാറില്ലായിരുന്നുവെന്ന് മജോ. അപ്പൻ മകനോട് ചോദിച്ച ചോദ്യവും പന്തളത്തെ കൊലയ്ക്ക് കാരണമായി. മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതിന്റെ കാരണങ്ങൾ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെ: പന്തളത്ത് മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണെന്ന് പോലീസ്. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടും ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന മജോയെ പിതാവും മാതാവും ശകാരിക്കുന്നതും തന്റെ മകൾ കറുത്ത കുഞ്ഞായതിനാൽ മാതാപിതാക്കൾ തലോലിക്കാതെ അകറ്റി നിർത്തുന്നതായുള്ള അനുഭവമായിരുന്നു മനസ്സിൽ പക വളരാൻ ഇടയാക്കിയത്. സംഭവം നടക്കുന്ന ദിവസം അപ്പനും മകനും തമ്മിൽ ഇതേ ചൊല്ലി വാക്കേറ്റം നടക്കുകയും ചെയ്തു. നീ എന്തിനാ കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോയത്, ഞാൻ പറഞ്ഞിട്ടാണോ എന്ന് പിതാവ് ചോദിച്ചതായും ഇതേ തുടർന്ന് പ്രകോപിതനായ മജോ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നും പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മരണം ഉറപ്പാക്കാൻ വേണ്ടി പിന്നീട് മരത്തടി കൊണ്ടും അടിച്ചു. BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടും ജോലി ചെയ്യാൻ മജോ തയ്യാറായില്ല. ശരീര സൗന്ദര്യത്തിലും ആഡംബരത്തിലും മുൻതൂക്കം നൽകിയ മജോ സ്വന്തമായി ജിംനേഷ്യം വീട്ടിലൊരുക്കിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ അടൂർ കോടതി ഹാജരാക്കിയ പ്രതിയെ പത്തനംതിട്ട സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. മജോയുടെ ഭാര്യയും മകളെയും ഭാര്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് മജോ ക്രൂരകൃത്യം നടത്തിയത്. കർക്കശക്കാരനായിരുന്നു മജോയുടെ പിതാവ് KM ജോൺ. വിമുക്ത ഭടന്റെ എല്ലാ പിടിവാശിയും ഉള്ളതിനാൽ വഴിവിട്ട് മകനെ സഹായിച്ചിരുന്നില്ല. എന്നാൽ മകന്റെ വഴിപിഴച്ച പോക്കിൽ പിതാവിന് ഏറെ നിരാശയുമായിരുന്നു. ഇതേ ചൊല്ലി വീട്ടിൽ നിരന്തരം വഴക്കുമായിരുന്നു. മകന്റെ ജീവിതം നേരായ രീതിയിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവ് ലീലാമ്മ കയറി ഇറങ്ങാത്ത പള്ളികളില്ല. മാതാവിനെയും പിതാവിനെ കാണാതിരുന്നതിനാൽ നാട്ടുകാർ തിരക്കിയപ്പോൾ പോട്ട ആശ്രമത്തിൽ ധ്യാനത്തിന് പോയി എന്നാണ് പറഞ്ഞത്. ഇത് വിശ്വസിക്കാൻ നാട്ടുകാരും തയ്യാറായി. മാതാപിതാക്കൾ മരിച്ച ശേഷം ഇവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെ ശുചിമുറിയിലാണ് സൂക്ഷിച്ചത്. അതേ ദിവസം തന്നെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇയാൾ താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് മൃതദേഹങ്ങൾ ഓരോന്നായി കാറിൽ കൊണ്ടുപോയി കൊട്ടക്കിണറ്റിൽ തള്ളുകയായിരുന്നു. കൊല ചെയ്തു കഴിഞ്ഞ ശേഷം ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇയാൾ പകച്ചുപോയതായും പോലീസ് വ്യക്തമാക്കുന്നു. മാതാപിതാക്കൾ മരിച്ച ശേഷം സംഭവത്തിന്റെ പിറ്റേന്നായപ്പോഴേക്കും മൃതദേഹങ്ങളുടെ അവയവങ്ങൾ വഴങ്ങാത്ത അവസ്ഥയിലായെന്നും അതിനാൽ കയറുകൊണ്ടുവന്ന് വരിഞ്ഞ ചാക്കിനും പ്ലാസ്റ്റിക്കിലും പൊതിഞ്ഞുകെട്ടി കിണറ്റിലിട്ടു എന്നാണ് മജോ പോലീസിനോട് പറഞ്ഞത്. മഴയുടെ മറപറ്റിയാണ് മൃതദേഹങ്ങൾ ഓരോന്നായി സ്വന്തം കാറിൽ കിണറിനടുത്ത് എത്തിച്ചത്. പിന്നെയും 4 ദിവസം കഴിഞ്ഞ് മണ്ണിട്ട് മൂടാൻ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നു. പറക്കോട്ട് നിന്നും വാടകയ്ക്ക് മണ്ണുമാന്തി യന്ത്രം വിളിച്ചപ്പോൾ നായ കിണറ്റിൽ ചത്തുകിടപ്പുണ്ട് എന്നാണ് JCB ഓപ്പറേറ്റർ പറഞ്ഞത്. മണ്ണിട്ട് തുടങ്ങിയപ്പോൾ വെള്ളത്തിനൊപ്പം മൃതദേഹങ്ങളും ഉയർന്നു വന്നു. ഇത് മണ്ണുമാന്തി ഓപ്പറേറ്റർ ശ്രദ്ധയപ്പെട്ടപ്പോൾ പണി നിർത്തിവെച്ച് അയാളെ തിരിച്ചുവിടുകയും ചെയ്തു. പിന്നീട് പരിസരത്ത് രൂക്ഷമായ ഗന്ധം വമിച്ചതിനെ തുടർന്നാണ് വീണ്ടും ഇയാൾ JCB വിളിച്ചുകൊണ്ടുവന്ന് മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചത്. പുറത്തുപോയിരുന്ന മാതാവ് ലീലാമ്മ 4 മണിയോടെയാണ് തിരിച്ചെത്തിയപ്പോൾ ജോണിനെ അന്വേഷിക്കുകയും ചെയ്തു. മുറിയിലുണ്ടെന്ന് മജോ പറഞ്ഞ് മുകളിലത്തെ മുറിയിലേക്ക് ലീലാമ്മ കയറുകയും ജോണ് മരിച്ചു കിടക്കുന്നത് കണ്ട് നിലവിളിക്കുകയും ചെയ്തു. പിന്നാലെ എത്തിയ മജോ പിതാവിനെ അടിച്ച മരകഷ്ണം കൊണ്ട് അമ്മയുടെയും തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിറ്റേന്ന് ഉച്ച കഴിയുന്നവരെ മൃതദേഹങ്ങൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. സെന്റ് ഗ്രിഗോറിയോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് മഹാ ഇടവകയുടെ സ്ഥാപിതം 1995. ക്ലാസുകൾ പ്ലേ ക്ലാസ് മുതൽ +2 വരെ. തുടർച്ചയായി 100% വിജയം. വിവിധ ഇനത്തിന്റെ സ്കോളർഷിപ്പുകൾ. ഉന്നത യോഗ്യതയുള്ള പ്രഗത്ഭരായ അധ്യാപകർ. അച്ചടക്കമുള്ള അന്തരീക്ഷം. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ കെമിസ്ട്രി കമ്പ്യൂട്ടർ ലാബുകൾ. ഫോൺ 04682351 23555675. മൊബൈൽ 9447463154. സെന്റ് ഗ്രിഗോറിയോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ കൈപ്പട്ടൂർ. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ TV ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ TVയിലൂടെ തത്സമയം കാണാം.